മക്കളെ, മെയ് 24-ാം തീയതി നാളെ നടക്കാൻ പോകുന്ന സൈലത്തിന്റെ സാറ്റ് എക്സാമിന്റെ സെന്ററുകളെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഓരോ ജില്ലയിലും എവിടേക്കാണ് സെന്ററുകൾ നോക്കാം. ആദ്യം നമ്മൾ ആലപ്പുഴ നോക്കുന്നത്. ആലപ്പുഴയിലെ നമ്മുടെ ഹൈബ്രിഡ് ക്യാമ്പസ്, YMCയിലുള്ള ഹൈബ്രിഡ് ക്യാമ്പസ് ആണ് ഒന്നാം സെന്റർ എന്ന് പറയുന്നത്. രണ്ടാമത് ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ മുട്ടം ചേർത്തലയാണ്. മൂന്നാമത്തത് നായർ സമാജം HSS മാന്നാറാണ്. ഇനി നമ്മൾ എറണാകുളത്തോട്ട് പോവുകയാണെങ്കിൽ എറണാകുളത്തിന്റെ സൈലത്തിന്റെ ഹൈബ്രിഡ് ക്യാമ്പസ് കച്ചേരിപ്പടിയിലുള്ള സൈലത്തിന്റെ ഹൈബ്രിഡ് ക്യാമ്പസിലാണ്. ഇടുക്കിയിലോട്ട് വരികയാണെങ്കിൽ ഓക്സിലം സ്കൂൾ കട്ടപ്പന, അതേപോലെ തന്നെ കണ്ണൂർ സൈലം ഹൈബ്രിഡ് ക്യാമ്പസ് കണ്ണൂർ, സൈലത്തിന്റെ ട്യൂഷൻ സെന്റർ തലശ്ശേരിയിലുള്ളത്. ഓക്കെ, കൊല്ലത്തോട്ട് വരികയാണെങ്കിൽ സൈലത്തിന്റെ ഹൈബ്രിഡ് ക്യാമ്പസ് ജവഹർ നഗറിലുള്ളത്. ദെൻ MGM സ്കൂൾ കൊട്ടാരക്കര. കോട്ടയത്തോട്ട് വരികയാണെങ്കിൽ സൈലത്തിന്റെ ഹൈബ്രിഡ് സെന്ററും, അതേപോലെ തന്നെ കോഴിക്കോട് നമ്മുടെ ഫ്യൂച്ചർ ക്യാമ്പസ് എരഞ്ഞിപ്പാലത്തുള്ളതും, അതേപോലെ തന്നെ വടകരയിലുള്ള സൈലന്റ് ലേണിംഗ് വടകരയിലും വെച്ചാണ് കോഴിക്കോട് നടക്കുന്നത്. അപ്പോൾ കാസർഗോഡ് വരികയാണെങ്കിൽ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ, അതേപോലെ തന്നെ മലപ്പുറത്ത് വരികയാണെങ്കിൽ AC പബ്ലിക് സ്കൂൾ മഞ്ചേരി, മലപ്പുറത്ത് ഫേസ് 2 മാർക്കസ് ഇന്റർനാഷണൽ സ്കൂൾ കൊണ്ടോട്ടി. മക്കളെ, ഇപ്പോൾ മലപ്പുറത്തോട്ട് വരികയാണെങ്കിൽ AC പബ്ലിക് സ്കൂൾ മഞ്ചേരി, അതേപോലെ തന്നെ ഫേസ് മാർക്കസ് ഇന്റർനാഷണൽ സ്കൂൾ കൊണ്ടോട്ടി. ദെൻ സൈലം ഹൈബ്രിഡ് സെന്റർ കോട്ടക്കൽ. ദെൻ അടുത്തത് സൈലം ട്യൂഷൻ സെന്റർ പെരിന്തൽമണ്ണ. ഇനി നമ്മൾ പാലക്കാട്ട് വരികയാണെങ്കിൽ പാലക്കാട് സൈലത്തിന്റെ ട്യൂഷൻ സെന്റർ പാലക്കാടുള്ള. ദെൻ പത്തനംതിട്ടയിലോട്ട് വരികയാണെങ്കിൽ കത്തോലിക് ഹയർ സെക്കൻഡറി സ്കൂൾ. മക്കളെ, തൃശ്ശൂരോട്ട് വരികയാണെങ്കിൽ ശക്തം ഹൈബ്രിഡ് ക്യാമ്പസ് തൃശ്ശൂർ. ദെൻ നമ്മൾ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ സൈലം സെന്റർ സ്റ്റാറ്റ്യൂ ജംഗ്ഷനുള്ളതും, അതേപോലെ തന്നെ സൈലം സെന്റർ നെയ്യാറ്റിൻകരയുള്ളതും. ദെൻ ലാസ്റ്റ് വയനാടാണ് സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂൾ കൽപ്പറ്റ. ഇത്രയും സ്കൂളിൽ വെച്ചാണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത്. എല്ലാ മക്കളും അടിപൊളിയായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് 100% സ്കോളർഷിപ്പോട് കൂടി തന്നെ സൈലത്തിന്റെ ക്യാമ്പസിൽ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. എല്ലാവരും ഇത് എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ മക്കളെ, ഓൾ ദ ബെസ്റ്റ്.